ജെയിംസ്, അധികാരം നമ്മൾ പറഞ്ഞതുപോലെ ഒറിജിനലേത് വ്യാജനേത് അതെങ്ങനെ നമുക്ക് ഒരു സംവിധാനം കൊണ്ടുവരാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം തൊഴിലാളികളെ, ഈ പാവപ്പെട്ട നേരത്തെ വിളിച്ച ഒരു തൊഴിലെടുക്കുന്ന ഒരു സ്ത്രീയടക്കം പറഞ്ഞുവല്ലോ, ഞങ്ങളെയൊക്കെ ഇനി കാണുമ്പോൾ സംശയത്തോടെ നോക്കില്ലേ. അപ്പോൾ അംഗീകൃത വിൽപ്പനക്കാർ, തൊഴിലാളികൾ, അപ്പോൾ അവർക്ക് തിരിച്ചറിയൽ രേഖയോ അല്ലെങ്കിൽ എന്തെങ്കിലും, കാരണം അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അവർ നൽകുന്നത് ഒറിജിനലാണ് എന്ന് അറിയാൻ തക്ക രീതിയിലേക്ക് എന്ത് ഇടപെടൽ ഈ ലോട്ടറി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ സാധ്യമാകും? മറ്റേതൊക്കെ പോട്ടെ, പഴയ കാര്യങ്ങളൊക്കെ വിട്ടുകളാം. പഴയ കാര്യങ്ങൾ വിട്ടുകളയാനായിട്ട് പറ്റില്ല. എന്നാൽ പുതിയ കാര്യങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഈ മേഖലയിൽ നടക്കുന്നത് എന്ത് എന്നുള്ളതിനെ സംബന്ധിക്കുന്നിടത്തോളം സമഗ്രമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം, പരിശോധിക്കപ്പെടണം. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന തെറ്റുകളുടെ ബാക്കിപത്രമാണ് ഇപ്പോഴും പുറത്തു വരുന്നത്, വരാനിരിക്കുന്നത്. ഇനി ഒട്ടേറെ കാര്യങ്ങൾ വരാനുണ്ട്. ഞങ്ങൾ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. ലോട്ടറി മേഖലയിൽ വ്യാജന്മാരുണ്ട് എന്ന വാർത്തയും വരുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവം വരുമോ ഈ അന്വേഷണത്തിന്റെ പരിധി? വരും. കാരണം കഴിഞ്ഞ 10 വർഷം ലോട്ടറി ഡയറക്ടറേറ്റിൽ നടന്നിരുന്ന ഒട്ടനവധി അഴിമതികളുടെ കഥകൾ പുറത്തു വരാനുണ്ട്. അത് വൈകാതെ പുറത്തു വരും, അന്വേഷണവും നടക്കും. അതെല്ലാം വരണം. ചെറിയ സംഖ്യയൊന്നുമല്ല. ഞാൻ പറഞ്ഞ ആ സിസ്റ്റത്തിനകത്തുള്ള ഒരു സംവിധാനം. ഇത് ഈ പുറമേയുള്ള മാഫിയകൾ ഉണ്ടെങ്കിൽ ഈ പുറമേയുള്ള മാഫിയകൾക്ക് ഒത്താശ പാടുന്ന ഒരു പ്രേക്ഷകൻ നേരത്തെ ചോദിച്ചുള്ളൂ, ഇവരൊക്കെ ഒരു നെക്സസ് ആയിരിക്കുമല്ലോ എന്ന് സംശയം വരുന്നു. അങ്ങനെ ഒരു സംശയം ഈ പറഞ്ഞ ഈ വ്യാജ ലോട്ടറിക്കാരന്മാർ ഉണ്ടെങ്കിൽ അവർ ഓരോ ദിവസത്തെ ഒരാളിൽ നിന്നും അടിച്ചെടുക്കുന്ന പൈസ ഒരു ഫോട്ടോസ്റ്റാറ്റ്, ഇപ്പോൾ എന്താണ് കളർ ഫോട്ടോഗ്രാഫി എടുക്കാം, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം, അത് ഒറിജിനൽ വെല്ലുന്ന രീതിയിലൊക്കെ എടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര പേരെ അവർ തട്ടിച്ച് കാണും, എത്ര തുക ഉണ്ടായി കാണും. അപ്പോൾ അങ്ങ് പറയുന്നത് പോലെ ഇവർ തമ്മിൽ എന്തെങ്കിലും നെക്സസ് ഉണ്ടോ, ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ? കേരളത്തിലെ ലോട്ടറി മേഖലയിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും കഴിഞ്ഞ ക്ഷേമനിധി ബോർഡിലുണ്ടായിരുന്ന ഭരണകർത്താക്കളും ഉൾപ്പെടുന്ന വൻകിട വ്യാപാരികളും ഉൾപ്പെടുന്ന ഒരു നെക്സസ് കേരളത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ഓണം ബമ്പറിൻ്റെ ടിക്കറ്റ് സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് എത്തില്ല. അതെല്ലാം ഇവർ നേരത്തെ തന്നെ വാങ്ങി കൂട്ടി വെക്കും. എന്നിട്ട് പാവപ്പെട്ട തൊഴിലാളി ലോട്ടറി ഓഫീസിൽ ചെന്നാൽ ടിക്കറ്റ് കിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് ജെയിംസ് അധികാരം അങ്ങ് പറയുന്നുവെങ്കിൽ എല്ലാവരും, ഞാനുൾപ്പെടെ എല്ലാവരും നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു പരീക്ഷണത്തിന് വേണ്ടി ലോട്ടറി എടുക്കുന്നവരാണ്. പക്ഷെ പതിവായിട്ട് എല്ലാ ദിവസവും ലോട്ടറി എടുക്കുന്ന എത്രയോ പേരുണ്ടാകും. അപ്പോൾ ആ മാർക്കറ്റിനെ തന്നെ ഒരു വഞ്ചന കാണിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞ് ഞാൻ ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. കാരണം നേരത്തെ തന്നെ ബൾക്കായിട്ട് ടിക്കറ്റ് വാങ്ങിച്ച് വെക്കുന്ന ഉദ്യോഗസ്ഥരടക്കം ശൃംഖല ഉണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാനേ കഴിയുന്നതല്ല.